ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ എന്താണ് ലോങ് വീഡിയോസ് കിട്ടിയിട്ട്, കുറേ എന്ന് വെച്ചാൽ കുറേ ഏറെ നാളെ ലോങ് വീഡിയോസ് കിട്ടിയിട്ട്. പക്ഷേ ഞാൻ ഷോർട്ട് വീഡിയോസാണ് കൂടുതൽ ഇപ്പോൾ ഇടുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു സൺഡേ ആയതുകൊണ്ട് വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇടാം. ഇന്നാകുമ്പോൾ എല്ലാവരും ഉണ്ട്, ഏട്ടന് ജോലിക്ക് പോകേണ്ട ഇതുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ എടുത്ത് അങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന്. ഞാൻ ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഇത് പോസ്റ്റ് ചെയ്യുമോ പകുതി വെച്ച് ഫ്ലോപ്പ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്നാലും രാവിലെ മുതൽ ഇൻട്രോ ഒക്കെ കൊടുത്ത് അങ്ങ് വെക്കാം. പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇടാമല്ലോ. അപ്പോൾ അമ്മ രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കാതെയാണ് കേട്ടോ പോയിരുന്നു. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ താമസിച്ച് എഴുന്നേക്കുള്ളൂന്ന് അമ്മയ്ക്ക് നല്ല പോലെ അറിയാം. അതുകൊണ്ട് അമ്മ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കില്ല. നമുക്കിനി ദോശ ഉണ്ടാക്കാം. ദോശയും എന്തെങ്കിലും കറിയും കൂടെ പ്ലാൻ ചെയ്യാം. ഞാൻ കുക്ക് ചെയ്യാൻ കയറുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം കിച്ചണൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കണം കേട്ടോ. ക്ലീൻ ആക്കിയ ശേഷം എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു ഇൻട്രസ്റ്റ് വരാറുള്ളൂ. ഈ ഗ്യാസ് അടുപ്പിൻ്റെ ചുറ്റും മറ്റേ നമ്മൾ സ്റ്റൗവിൻ്റെ ചുറ്റും ഇങ്ങനെ എന്തെങ്കിലും പൊടികളോ അങ്ങനെ എന്തെങ്കിലും കിടക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര അരോചകമാണ്. അതുകൊണ്ട് അതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ദോശക്കൽ വെച്ചിട്ടുണ്ട്. അമ്മ ഇപ്പോൾ എന്തോ രാവിലെ എന്നെ കൊണ്ട് വല്ലാണ്ട് അങ്ങ് പണി എടുപ്പിക്കുന്നു കേട്ടോ. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും എന്നുള്ള ഒരു ഇതിൽ ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഒന്നുമില്ല, ദോശമാവ് മാത്രം എടുത്ത് ഫ്രണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തലേദിവസം ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ലല്ലോ, എനിക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ എന്ത് കറിയാണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാം. പക്ഷെ പെട്ടെന്ന് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയി പോയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ദോശയും തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന്. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ടപ്പോൾ ഒരു വലിയ വെളിയും കൂട്ടവും ബഹളവും കേട്ട് ചെന്ന് നോക്കിയപ്പോൾ നമ്മൾ ഇസു ബേബി കമിഴ്ന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബഹളമാണ് കേട്ടോ അവിടെ കേട്ടത്. ഗൈസ്, നമ്മളെ ഇസുമ കമഴ്ന്നിട്ട് വീണ്ടും ഇങ്ങനെ തിരിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ആരാടാ ചന്തു കിടക്കണ? അയ്യോ, നിന്റെ ദോശ കരിഞ്ഞു. ഓക്കെ, കരിഞ്ഞിട്ടില്ല. എങ്ങനെയാണ് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാവേ. തക്കാളി ചമ്മന്തിയാണോ തക്കാളി കറിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ തക്കാളി ചമ്മന്തി എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പം നമ്മളുടെ കോക്കനട്ട് ഓയിൽ തീർന്നു പോയിട്ട് പാം ഓയിലിട്ട് കടുക് വറുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവോളയും തക്കാളിയും കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവേ. നമ്മൾ എത്രത്തോളം ടൊമാറ്റോ എടുക്കുന്നു അത്രത്തോളം ടേസ്റ്റ് കൂടുതലാണ്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി എടുക്കണം. നമ്മൾ പച്ചമുളക് 2 ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് മുളക് പൊടി കുറച്ച് മതിയേ. എന്നിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് നമുക്കത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഒരു സ്റ്റീമിൽ കുക്ക് ചെയ്തെടുക്കാവേ. ഞാനാണ് എത്ര ആൾക്കാരെ നോക്കിവിടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. പെട്ടെന്ന് വാ ചന്തു, ആട്ട് കഴുകാൻ പോണ്ടേ? തിരുവനന്തപുരത്ത് ഓറഞ്ച് അലേർട്ടാണ്. നല്ല അതിവേഗത്തിൽ കാറ്റ് വീശുന്നൊക്കെയാണ് പറയണത്. ഇടുപ്പിലെ കയറ് കെട്ടിയിട്ട് തെങ്ങിനെല്ലാം കെട്ടിയിട്ടതില്ലേ, കാറ്റ് വീശു വന്നു. പിന്നെ പറന്ന് അപ്പുറത്തെ വീട്ടിലെല്ലാം പോയി. ഗൂഗിള് മാക്കാനെയും വിളിച്ച്, താഴെ അവിടുത്തെ പച്ചമാക്കാനെയും വിളിച്ച്. കൊച്ചിന് അങ്ങനെയൊക്കെ പറയണു. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഞാനാണ് ഉണ്ടാക്കുന്നത്. ദോശയും ദോശയും തക്കാളി ചമ്മന്തിയും. താങ്കൾക്ക് അത് ഇഷ്ടമാണോ? എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് കിച്ചണിൽ കുക്ക് ചെയ്യാനാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ പിന്നെ ആരെയും കയറ്റിയിട്ടില്ല. ഞാൻ തന്നെ ഒരു കൈ കൊണ്ട് ദോശ തൊഴിച്ചിടുന്നു, അടുത്ത കൈ കൊണ്ട് നമ്മൾ പൊടികളൊക്കെ ഇട്ടിട്ട് അത് കഴിച്ച് കൊടുക്കും കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ എന്താണ് മസാല, ഇത് എത്രയും മതി കേട്ടോ. എന്നിട്ട് ഇതിട്ട് നന്നായിട്ട് നമ്മൾ വരട്ടി എടുക്കണം. ഈ സമയത്ത് നമുക്ക് വെള്ളമൊന്നും ആഡ് ചെയ്ത് എടുക്കേണ്ട, ഈ പൊടികൾ മാത്രം മതി. നന്നായിട്ട് വരട്ടിയിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം കേട്ടോ. ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുക്കാൻ മറന്നു പോകുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഏതുവരെയാണ് എടുക്കുന്നത് അതുവരെ ഞാൻ പോസ്റ്റ് ചെയ്യാം. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും കുറേ നാളായി ഇങ്ങനെ ലോങ് വീഡിയോ ഇട്ടിട്ട്. എൻ്റെ ഇത് നോക്കിയാണെങ്കിൽ എന്നോ ശിവരാത്രി ആ ടൈമിലാണെന്ന് തോന്നുന്നു ലാസ്റ്റ് ആയിട്ടൊരു ലോങ് വീഡിയോ ഇട്ടത്. ഡാൻസ് പ്രോഗ്രാമിൻ്റെ ആണ്. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഷോർട്സ് ആണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സൺഡേ ആയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ദോശയും തക്കാളി ചമ്മന്തി കഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാവേ. അത് തണുത്ത ശേഷം നമുക്ക് ജാറിലിട്ടിട്ട് നന്നായിട്ട് അടച്ചെടുക്കാം. എന്നിട്ട് ആ സമയത്ത് വേണമെങ്കിൽ ആ പാനിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ചൂടാക്കിയിട്ട് ആ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാവേ. ഞാൻ പക്ഷേ ഗ്രൈൻഡ് ചെയ്തപ്പോഴത്തേക്ക് വെള്ളം ഒഴിച്ച് കൂടിപ്പോയിട്ടോ, ആ ജാറിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നു.
അപ്പോഴത്തേക്ക് നമ്മൾ ഇസു ബേബി കുളിക്കാനായിട്ട് വന്നിട്ടുണ്ടേ. പിന്നെ ഏട്ടൻ വന്നപ്പോഴത്തേക്ക് ഏട്ടനും കൂടെ എന്നെ സഹായിക്കാൻ കയറിയിട്ടുണ്ട്. സാധാരണ ഏട്ടൻ സഹായിക്കാൻ കയറാറില്ല കേട്ടോ. പിന്നെ ഏട്ടൻ സഹായിക്കാൻ കയറിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചായയൊക്കെ ഇട്ടിട്ട് ദോശയും തക്കാളി ചമ്മന്തിയും കൂടെ എടുക്കുകയാണ്. ഞാനും ഏട്ടനും എതുമയും കൂടെ ഇരുന്നിട്ടാണ് കേട്ടോ ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നത്. സൺഡേസിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ടൈം കിട്ടാറുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള സമയങ്ങളിൽ ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സറൗണ്ടിങ്സിൽ നമ്മൾ ഏകദേശം കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തോട്ട് അങ്ങോട്ട് പോയിട്ട് ഷൂട്ട് ചെയ്യുന്നതും പറഞ്ഞ് ഞാൻ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്ത് ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണേ. കർക്കിടകമൊക്കെ തീരാറായില്ല, ഇനി ചിങ്ങമൊക്കെ തുടങ്ങാറായി. അതുകൊണ്ട് അമ്മയും അമ്മാമ്മയൊക്കെ കൂടെ നമ്മുടെ വഴിയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. കാട് പിടിച്ച് കിടന്നതാണ്. അവരൊക്കെ ഇത് ചെയ്ത സമയത്ത് ഞാൻ നല്ല ഉറക്കമായിരുന്നു ഗൈസ്. ഇന്നല്ല 2-3 ദിവസമായി. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഡാൻസ് കളി ഗൈസ്, എനിക്ക് വീഡിയോ എടുത്ത് തരാൻ വന്നിട്ട് വട്ട് പിടിച്ച് ഓടുന്നതാണ് ചന്തു. ആ പാട്ടും കൂടെ ഒന്ന് പാടുമോ? ചന്തു ഇങ്ങോട്ട് നിന്നാണ് അങ്ങ് കൈ വീശി അങ്ങ് പോവേണ്. ഇതൊന്നും പിടിക്കണ്ടേ? പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ പോകണമായിരുന്നു കേട്ടോ. ചെറിയൊരു ആവശ്യമായിട്ട് അവിടെ റംബൂട്ടാനൊക്കെ തീർന്നെങ്കിൽ അവിടെ ഇവിടെ ഓരോന്നായിട്ടൊക്കെ നിപ്പുണ്ട്. പിന്നെ അതിൽ നിന്ന് ഞങ്ങൾ ഓരോന്നൊക്കെ പറിച്ച് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ചന്തയിൽ മീൻ വാങ്ങിക്കാനാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മീനൊക്കെ വാങ്ങിച്ചിട്ട് പബ്സും ഡ്രിങ്ക്സും കഴിക്കുകയാണ്. ഞാൻ പബ്സ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ പബ്സും ഡ്രിങ്ക്സുമാണ് കേട്ടോ കഴിച്ച്. ഈ പബ്സും ഒരു വൃത്തിയായിട്ട ഫുഡാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആകെ നാണം കെടുത്തൊരു ഫുഡാണല്ലേ. ഫേസിൽ ഫുള്ളും ആവും. അത് ഞാൻ പറഞ്ഞ് കളിയാക്കിയപ്പോൾ മനഃപൂർവ്വം ഫേസിലൊക്കെ വെച്ച് തേക്കുന്നുണ്ട് ഏട്ടൻ. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുമല്ല എൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആയി പോയിട്ടോ, ചാർജ് ഇല്ലാതെ. പിന്നെ വൈകുന്നേരം ഞങ്ങൾ വണ്ടി കഴുകാനായിട്ട് തോട്ടിൽ പോയിട്ടുണ്ടായിരുന്നേ. എതുമയാണെങ്കിൽ ആദ്യം ഉടുപ്പ് നിക്കറൊക്കെ ഇട്ടുകൊണ്ട് ഒന്ന് ചാടി നോക്കി എങ്ങനെയുണ്ടെന്ന്. പിന്നെ അതിനുശേഷം ഉടുപ്പ് ഊരിയിട്ട് അടുത്തൊന്ന് ചാടി നോക്കി. അതിനുശേഷം അവരെ പിടിച്ചേറ്റം ഭയങ്കര പാടായിരുന്നേ. ഈ തോട്ടിലുള്ള കുഞ്ഞു മീനൊക്കെ പിടിക്കാനായിട്ട് ആശാനിലേശം ഞാൻ പിന്നെ തോർത്ത് വെച്ച് മീൻ പിടിക്കുന്നതൊന്നും പറഞ്ഞു കൊടുത്തില്ല. എങ്കിൽ ഞാനും കൂടെ ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞു കൊടുത്തില്ലേ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.